ഹായ് ഗൈസ്. അപ്പോൾ ചെന്നൈ യാത്രയുടെ രണ്ടാം ഭാഗം വീഡിയോ ആണ്. അതായത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ആ ഹോട്ടലിലെ കുറച്ച് വിശേഷങ്ങളാണ് കാണുന്നത്. അപ്പോൾ ഓരോരുത്തരും ക്യാമറയ്ക്ക് പോസ് ചെയ്തിട്ട് ഇരിക്കുന്നുണ്ട്. ഭക്ഷണം വരുന്നതും കാത്ത് ഇരിക്കുകയാണ്. അപ്പോൾ ഇത് കഞ്ചിക്കോടിന്, അതായത് തമിഴ്നാടിൻ്റെ ബോർഡറിലാണ് ഇപ്പോൾ ഈ ഹോട്ടൽ ഉള്ളത്. അപ്പോൾ ആ ഹോട്ടലിൽ ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ട്. സാധാ നമ്മുടെ ചോറും കറിയും തന്നെയാണ്. പക്ഷെ അവർ കൊണ്ടുവന്ന് വെച്ചിരുന്ന വിഭവങ്ങൾ ഓരോന്നായിട്ട് കൊണ്ടുവന്ന് വയ്ക്കാൻ പോകുന്നേ ഉള്ളൂ. അത്യാവശ്യം തിരക്കുള്ളൊരു ഹോട്ടൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു 10-30 പേരുണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഭക്ഷണം എത്തി. അപ്പോൾ അങ്ങനെ ഭക്ഷണത്തിൻ്റെ തട്ടൊക്കെ എത്തി. ഒരുപാട് കറികളെല്ലാം ഉണ്ട്. ഒരു ചപ്പാത്തി ഉണ്ട്. ഈ ചപ്പാത്തി കഴിച്ചതിന് ശേഷമേ ചോറ് കിട്ടുള്ളൂ. ഈ തമിഴ്നാടിൻ്റെ ഏരിയയിലൊക്കെ ഇങ്ങനെയാണ്. അതായത് ഒരുപാട് വിഭവങ്ങളെല്ലാം ഉണ്ടായിരിക്കും. വെജിറ്റേറിയനാണ്. അപ്പോൾ ആ ചപ്പാത്തി കഴിച്ചതിന് ശേഷം ആണ് ചോറ് വരിക. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഭക്ഷണമാണ്. ഏകദേശം ഒരു മീൽസിനൊരു 120 രൂപ റേറ്റ് ആവുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹോട്ടൽ നല്ല വെജിറ്റേറിയൻ ഹോട്ടലാണ്. അതായത് തമിഴ്നാടിൻ്റെ ബോർഡർ, അതായത് കഞ്ചിക്കോട് കഴിഞ്ഞ ഉടനെ തമിഴ്നാടിൻ്റെ ബോർഡറിലാണ് ഈ ഹോട്ടലുള്ളത്. അങ്ങനെ ബില്ലെല്ലാം കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് എത്തി. അപ്പോൾ തമിഴ്നാട്ടിൽ ഒരു വാഴപ്പാടി ബോർഡറാണിത്. ടോൾ ബൂത്താണ്. അത് വാഴപ്പാടിയിൽ നിന്ന് ഇവിടുന്ന് ഒരു 10-14ഓളം ടോൾ ബൂത്തുകളുണ്ട്. ചെന്നൈ എത്തുന്നതിന് മുന്നേ ഒരു 14ഓളം ടോൾ ബൂത്ത് കിടക്കണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ടോൾ ബൂത്തിൽ കുറച്ച് നേരം വിശ്രമിച്ചിട്ട് വീണ്ടും യാത്ര തുടങ്ങി.
അപ്പോൾ അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് സേലം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സേലത്ത് എത്തിക്കഴിഞ്ഞാൽ ഭക്ഷണം എന്തെങ്കിലും കഴിക്കണം. കഴിച്ചിട്ട് വീണ്ടും ഞങ്ങൾ യാത്ര തുടരും. അപ്പോൾ ഈ വീഡിയോയുടെ 3-ാം ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഇതിൻ്റെ 3-ാം ഭാഗം. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.